കേരള ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കോലായി ലൈബ്രറിയിൽ വായനക്കളരി സംഘടിപ്പിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ് അണിഞ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. കേരള ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം കോലായി ലൈബ്രറിയിൽ സംഘടിപ്പിച്ച വായനക്കളരി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ് അണിഞ്ഞ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം SV അശോക് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഹസൈനാർ തോട്ടുംഭാഗം അധ്യക്ഷത വഹിച്ചു. സ്കാനിയ ബെദിര, സുലേഖ മാഹിൻ, നവാസ് പാരീസ്, കരീം ചൗക്കി എന്നിവർ സംസാരിച്ചു. നമ്മൾ കാണാത്ത കഴിവുകളുണ്ട് കുട്ടികൾക്ക്, ഉറപ്പാണ്. ആ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രോജ്വലിപ്പിക്കുക. അവൻ വാനം വിട്ട് വളരും, അവൾ ഈ ഭൂമിയുടെ ഏറ്റവും ഉയരത്തിലെത്തും. ചോദിച്ചു, പാട്ടുപാടുന്ന കുട്ടിയാര്, വരക്കുന്ന കുട്ടിയാര്, കളിക്കുന്ന കുട്ടിയാര്? കളിക്കുന്ന കുട്ടി മോശ അല്ല, ഏറ്റവും അധികം അറിയപ്പെടുന്നത് കളിക്കാരാണ്. കളിക്കുന്ന കുട്ടിയാരാണ്? നന്നായി ഡാൻസ് ചെയ്യുന്ന കുട്ടിയാരാണ്? നന്നായി പുഞ്ചിരിക്കാനുള്ള ശേഷി ആർക്കൊക്കെ ഉണ്ട്? കുട്ടികളോട് ചോദിച്ചാൽ പറയാൻ പറ്റുമോ ആർക്കൊക്കെ ചിരിക്കാൻ പറ്റുന്നുണ്ട്? ഇവിടെയുള്ള എല്ലാ കുട്ടികളും ചിരിക്കുന്നുണ്ട്, നന്നായിട്ട് ഞാൻ കണ്ടു. നേരത്തെ സുന്ദരമായി ചിരിക്കുന്നുണ്ട്. മക്കളെ, നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണത്. മറ്റു ചുറ്റുപാടുള്ള കുട്ടികൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി, പുഞ്ചിരിക്കാൻ അറിയുന്നില്ല. അവർക്ക് ആകെ ഈ മൊബൈൽ ഫോൺ നോക്കി തല താഴ്ത്തി. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഹോൾഡ് യുവർ ഹെഡ് ഹൈ എന്നാണ്. തല ഉയർത്തി നിൽക്കാനും നടക്കാനും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ അറിയാം. അതോടൊപ്പം നിങ്ങൾക്ക് ഉമ്മ തരുന്ന സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഉമ്മ കുറ്റം പറയില്ല നിങ്ങളെ. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. വീട്ടുകാരോട്, ബന്ധുക്കളോട് ഫോൺ ചെയ്ത് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവനിൽ ഉണ്ടായ നല്ല മാറ്റങ്ങളെയാണ്, കഴിവുകളെയാണ്. കേടുകളെ കണ്ടെത്തുക, അന്വേഷിച്ചു പോവുക അല്ല രക്ഷകർത്തൃത്വം. മറിച്ച് അവരിൽ പുറപ്പെടുവിക്കുന്ന ചെറിയ ഒരു ശേഷിയെങ്കിലും, അത് പരീക്ഷയിൽ 0 മാർക്ക് നേടിയവൻ ചിലപ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഒന്നാമനായിരിക്കും. അതെടുത്തു പറയണം നമ്മൾ. ബാലവേദി പുതിയ ഭാരവാഹികളായി അൽവീറ അംജത്തിനെ പ്രസിഡന്റായും, സയാൻ നൌഷാദിനെ വൈസ് പ്രസിഡന്റായും, ഹിർസ് റഹ്മാനെ സെക്രട്ടറിയായും, അസ്ര ആഷിഖിനെ ജോയിന്റ് സെക്രട്ടറിയായും, സുലേഖ മാഹിൻ, കരീം ചൗക്കി എന്നിവരെ മുഖ്യ രക്ഷാധികാരികളായും, മുഹമ്മദ് BA, സിദ്ദിഖ് നാരമ്പാടി, അനസ് അഷ്റഫ്, അലീസ, അബാസിൻ, സാലിമ, സൽവ, നാസിയ, സാലിഹ, യാഫിഹ, നഹാൻ, അലീസ, ഹൈറ, മിസ്ബാഹ് എന്നിവരെ നിർവാഹക സമിതി അംഗങ്ങളായും തിരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന സംഗീത സദസ്സ് ഇബ്രാഹിം ബാങ്കോട്, ഷാഫി കല്ലുവളപ്പിൽ, നൌഷാദ് ബായിക്കര, അബൂ പാണലം, ഹനീഫ് തുരുത്തി, കാറു, ബഷീർ അത്തിവളപ്പ്, ബഷീർ മുട്ടത്തോടി എന്നിവർ നിയന്ത്രിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനയ്ക്ക് 1ാം സ്ഥാനം നേടിക്കൊടുത്ത പരിശീലകനും മോട്ടിവേറ്ററും എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമായ നവാസ് പാരീസിനെ ഷാളണിയിച്ച് ചടങ്ങിൽ അനുമോദിച്ചു. മെയ് 20 വരെ നീണ്ടു നിൽക്കുന്ന വായനക്കളരിയിൽ കുട്ടികൾക്കായി പുസ്തക പരിചയം, ആസ്വാദനക്കുറിപ്പ്, റീഡിംഗ് തിയേറ്റർ, നാടകക്കളരി, നാടൻപാട്ട് അവതരണം, സാഹിത്യ മത്സരങ്ങൾ, അഭിമുഖങ്ങൾ, നാട്ടുവിശേഷങ്ങൾ, ലഘുയാത്രകൾ, കയ്യെഴുത്ത് മാസിക തുടങ്ങിയവ നടത്തുവാൻ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.